ഹിന്ദു മുസ്ലിം കല്യാണം ലവ് ജിഹാദ് ആണെന്ന് ചിത്രീകരിക്കാൻ താല്പര്യമുള്ള ചില ആൾക്കാർ, നിർബന്ധിതമായി കല്യാണം കഴിപ്പിച്ചാന്ന് ചിത്രീകരിക്കാൻ ചില ആൾക്കാർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരള സ്റ്റോറി 3ക്കുള്ള കോപ്പ് കൂട്ടുകയാണ്. നമ്മുടെ കേരളത്തെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന കേരള സ്റ്റോറി 3ക്കുള്ള കോപ്പ് കൂട്ടുകയാണ്. അവരുടെ കള്ള നറേറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നോക്ക ദളിത് ഹിന്ദു സമൂഹത്തിലെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇന്ത്യയിലെ ലവ് ജിഹാദിന്റെ കൂടാരമായ കേരളത്തിൽ നിന്ന് കല്യാണം കഴിച്ചു എന്ന അടുത്ത കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടി ചിലർ കോപ്പുകൂട്ടുകയാണ് എന്നുള്ളതാണ് പച്ചയായ സത്യം. അവരുടെ കൂടെ ഗണപത്തുണ്ട്, ഒരു പ്രിയങ്ക മാഡം ഉണ്ട്. അവരെല്ലാം SI CI ലെവലിലുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ഗണപത്ത് ഇപ്പൊ ആലുവ, അവരുടെ ടീം ആലുവയിലുണ്ട്. അവരോട് സംസാരിക്കുകയും ഈ റിപ്പോർട്ട്സ് എല്ലാം പറയുകയും ചെയ്തു. അവർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത് ഈ പെൺകുട്ടി മൈനറാണ് എന്നുള്ളതാണ്. അവർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയോണ്ട് അവർ കേരളത്തേക്ക് വന്നു, അന്വേഷിക്കുന്നു. അവർ അവരുടേതായ രീതിയിൽ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത് പോലീസുകാരുടെ അല്ല, ഇത് മറ്റൊരു തീരുമാനം എടുക്കുകയും ഈ പെൺകുട്ടി ഇനി 2 മൊണാലിസയോടൊന്ന് ചോദിക്കുക പോലും ചെയ്യുന്നില്ല. നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ആണ്. മൊണാലിസയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ 18 വയസ്സിൽ കൂടുതലാണ് എന്നുള്ള ഈ കുട്ടിയോട് ഈ പെൺകുട്ടിയുടെ അനുമതിയോ, ഈ പെൺകുട്ടിയുടെ ചോദ്യമോ, ഈ പെൺകുട്ടിക്ക് പറയാനുള്ള അവസരമോ, ഈ പെൺകുട്ടിക്ക് ബാക്കി 4 കാർഡുകളുണ്ട്, അതൊന്നും പരിഗണിക്കാതെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യും. അത് മൊണാലിസയെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മൊണാലിസയെ കൊടുക്കാൻ വേണ്ടി, ഫർമാനെ കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ ഉന്നത നേതൃത്വങ്ങളിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ഒരു ഹിന്ദു മുസ്ലിം കല്യാണത്തെ എതിർക്കുന്ന ആൾക്കാർ ഈ രീതിയിൽ അത് ചെയ്യുകയാണെന്നുള്ളതാണ് പച്ചയായ വസ്തുത. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാര്യം ഇത് പരിചയപ്പെട്ട് അവരെന്നെ ഇങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന സംഭവമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്ക്, കമ്മീഷണറോട് സംസാരിച്ചിരുന്നു. DGPക്ക് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അടക്കം പരാതി കൊടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇപ്പം മധ്യപ്രദേശ് പോലീസ് ചോദിക്കാൻ വന്നുണ്ടെങ്കിലും ഇപ്പം ഒരു കമ്മീഷനെ കുറിച്ച് അങ്ങനെ നെഗറ്റീവ് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ ദൂബെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പരാതി ഈ കാണുന്ന രീതിയിൽ മിസ്റെപ്രസെന്റ് ചെയ്യുകയും, പ്രഥം ദൂബെ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രഥം ദൂബെക്കെതിരെയാണ് മൊണാലിസ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ പ്രഥം ദൂബെ മിസ്റെപ്രസെന്റ് ചെയ്യുകയും ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം മാറുകയും ഇത് ലവ് ജിഹാദാണെന്ന് പ്രചരിപ്പിക്കുകയും ഒരുപാട് വ്യാജ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനെതിരെ കൂടിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. കാര്യം യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് TVയിലൂടെയുള്ള അറിവൊക്കെ ഉള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നത് പേരൻസും ഇവരും തമ്മിലുള്ള പ്രശ്നം കാര്യമാണ്. അപ്പം ഒന്നെങ്കിൽ പേരൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ പേരൻസ് അത് ഇതിൽ പറയുന്നുണ്ട്, ബാക്കി നിങ്ങൾക്ക് കേട്ടാൽ അറിയാം, അവരത്ര അറിവും പഠിപ്പും വിവരവും ഒന്നും ഉള്ളവരല്ല. അപ്പൊ അവരെ മനഃപൂർവ്വം പറഞ്ഞ് തെറ്റിച്ച്, അവരെ പറഞ്ഞ് മിസ്റെപ്രസെന്റ് ചെയ്ത് ഇവർക്ക് പണി കൊടുക്കാനായി ചില ആൾക്കാർ ബാക്കിൽ നിന്ന് ചെയ്യുന്നതാണ്. ഈ പെൺകുട്ടിയുടെ അമ്മയടക്കം, വീട്ടുകാർക്കറിയാം, ഒരുപക്ഷെ എതിരഭിപ്രായം അനുകൂല അഭിപ്രായം ഒക്കെ കാണാം, വീട്ടുകാർക്കടക്കം അറിയാം, അമ്മയടക്കം വിളിച്ച് ആജ്ഞ എന്ന് പറഞ്ഞാൽ നിർദ്ദേശമെന്നോ അനുവാദമെന്നോ അല്ലെങ്കിൽ അനുമതിയെന്നോ ആശീർവാദമെന്നോ ഒക്കെ എടുക്കാം. ആ ആജ്ഞ കൊടുത്തിട്ടാണ് ഇവർ ഈ കല്യാണത്തിലേക്ക് തന്നെ പോയത്. ഇനി ഇതിലെ ഏറ്റവും കൗതുകം, ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ നിന്നാണ് ആധാർ കാർഡ് മേടിച്ചത്. ഈ പെൺകുട്ടിയുടെ അച്ഛൻ, ഈ പെൺകുട്ടി ഫർമാൻ, ഇവരാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഇവർ പറയുന്നത് പോലീസ് സ്റ്റേഷനിലെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അച്ഛന്റെ കയ്യിൽ നിന്നാണ് ആധാർ കാർഡ് മേടിച്ചു കൊടുക്കുന്നത്. അപ്പോ അതിനുശേഷം കേരള സ്റ്റോറി, നമ്മളെല്ലാം ഇത് ദേശീയ തലത്തിൽ ഇത് യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ്, പ്രണയത്തിന്റെ നല്ല നാടാണ് എന്നൊക്കെ കേരളം എന്ന് പറയുന്നത് കൊണ്ട് കേരളത്തെ കൂടി അപമാനിക്കാനും, കേരളത്തെ വക്രീകരിക്കാനും, കേരളത്തെ ഡിഫെയിം ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇത് അങ്ങനെയല്ല, ഇത് മറ്റേ കേരള സ്റ്റോറി സ്ത്രീയുടെ കഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് ചെയ്യുന്നത്. ചില ആൾക്കാർ ബോധപൂർവം, ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് പോലീസുകാരോ ഒരിക്കലും SST കമ്മീഷനോ അല്ല, അവർ നിയമത്തിന്റെ ബോഡീസാണ്, അവരെ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്നു. എന്നാൽ അവിടെ ഒരു ഹിന്ദു മുസ്ലിം കല്യാണം നടക്കുമ്പോൾ ആ ഹിന്ദു മുസ്ലിം കല്യാണം ലവ് ജിഹാദ് ആണെന്ന് ചിത്രീകരിക്കാൻ താല്പര്യമുള്ള ചില ആൾക്കാർ, നിർബന്ധിതമായി കല്യാണം കഴിപ്പിച്ചാന്ന് ചിത്രീകരിക്കാൻ ചില ആൾക്കാർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരള സ്റ്റോറി 3ക്കുള്ള കോപ്പ് കൂട്ടുകയാണ്. നമ്മുടെ കേരളത്തെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന കേരള സ്റ്റോറി 3ക്കുള്ള കോപ്പ് കൂട്ടുകയാണ്. അവരുടെ കള്ള നറേറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നോക്ക ദളിത് ഹിന്ദു സമൂഹത്തിലെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇന്ത്യയിലെ ലവ് ജിഹാദിന്റെ കൂടാരമായ കേരളത്തിൽ നിന്ന് കല്യാണം കഴിച്ചു എന്ന അടുത്ത കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടി ചിലർ കോപ്പുകൂട്ടുകയാണ് എന്നുള്ളതാണ് പച്ചയായ സത്യം. ഇത്രയും രേഖകൾ ഉണ്ടായിട്ട് അതാണ് എന്തൊക്കെ നിങ്ങളിതിനെ, ഞാൻ ഒരു കാര്യം കൂടെ വളരെ ബഹുമാനപുരസ്സരം ചോദിച്ചോട്ടെ, എത്ര തലങ്ങളിലാണ് ഇതിൽ കള്ളത്തരം നടക്കുന്നത്? ഈ പെൺകുട്ടിയുടെ അനിയന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാറ്റുന്നു. ആ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷനെ സമീപിക്കുന്നു. ആ കമ്മീഷൻ സോകോൾഡ് അന്വേഷണം നടത്തി എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ക്യാൻസൽ ചെയ്യുന്നു. ഈ പെൺകുട്ടിക്ക് പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല, ബാക്കി സർട്ടിഫിക്കറ്റുകൾ നോക്കുന്നില്ല. എന്നിട്ട് അത് ലവ് ജിഹാദ് ആണെന്നും ഫർമാൻ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തും.
എത്ര തലങ്ങളിലാണ് ഈ ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുകയും എങ്ങനെയെങ്കിലും ഫർമാനെ കൊടുക്കാൻ നോക്കുകയും ചെയ്യും. ഞാൻ ശ്രീ ഗണപതിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സാർ ഞാനൊരു അഡ്വക്കേറ്റ് മാത്രമല്ല, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, ഒരുപാട് ഹിന്ദു വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ്. നമ്മൾ പക്ഷെ കാണിക്കുന്ന ദ്രോഹമാണ്. അവർക്ക് കല്യാണം കഴിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കട്ടെ. ഇത് അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടന്നത്. ഇവർ മതം മാറിയിട്ടില്ല, മതം മാറാൻ പോണില്ല. അവൻ മുസ്ലിമായിട്ടും ഇവള് ഹിന്ദുവായിട്ടും തന്നെ തുടരുകയാണ്. അവര് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കും. നമ്മുടെ ഷാറൂഖ് ഖാനും ഗൗരി അങ്ങനെയല്ലേ? ഷാറൂഖ് ഖാനും ഗൗരിയും കല്യാണം കഴിച്ച് ജീവിക്കുന്നത്, രണ്ടുപേരും കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറുന്നില്ല. സുനിൽ ദത്തിന്റെ അച്ഛനും അമ്മയും, സുനിൽ ദത്തിന്റെ അച്ഛൻ ഹിന്ദുവാണ്, അമ്മ മുസ്ലിമാണ്. അങ്ങനെ എത്രയോ കല്യാണങ്ങൾ നടക്കും. അപ്പോ ഈ വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവർ കല്യാണം കഴിക്കുന്നതിനെ ക്രിമിനലൈസ് ചെയ്യുകയും ഭീതി പടർത്തുകയും പ്രശ്നവൽക്കരിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ അവിടെ നിന്ന് ചരട് വലിക്കുന്നതാണ്. പോലീസ് വന്ന അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി നിയമപരമായി ചോദിച്ചറിയാനും അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് പോലീസ് വന്നത്. പക്ഷേ ഇതിന് പിന്നിലെ യഥാർത്ഥ ശരിക്കും മൊണാലിസയ്ക്കും ഫർമാനും എതിരെയാണ് ഗൂഢാലോചന നടക്കുന്നത്. അത് കേരള സ്റ്റോറി 3 ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയാണ്. പക്ഷേ യഥാർത്ഥ കേരള സ്റ്റോറി, നന്മയുടെ കേരള സ്റ്റോറി, ഒരു ഹിന്ദുവായ മൊണാലിസയും മുസ്ലിമായ ഫർമാനും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ വെച്ച് ഇടതുപക്ഷക്കാരടക്കം അനുഗ്രഹിച്ച് ഒരു അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിച്ച് പോയി. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. അവർക്ക് കേരളത്തിൽ ജീവിക്കണം, അവർക്ക് കേരളത്തിൽ മുമ്പോട്ട് പോകാനാണ് ആഗ്രഹം. എങ്ങനെങ്കിലും മധ്യപ്രദേശിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ടുപോകാനാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നോർത്ത് ഇന്ത്യയിൽ ചെലവാക്കാൻ പറ്റുന്ന നെറേറ്റീവ് കേരളത്തിൽ ആകെ പ്രശ്നമാണ്. ഞങ്ങൾ കേരളത്തിൽ തീവ്രവാദത്തിലും ലവ് ജിഹാദിലും അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ചെന്ന് രക്ഷിച്ചുകൊണ്ട് വന്നു എന്ന കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ഇതാണ് ഇതിന്റെ പച്ചയായ യാഥാർത്ഥ്യം. എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒന്ന്, സംഘപരിവാറിനെ എനിക്ക് ബഹുമാനമാണ്, RSSനെ ബഹുമാനമാണ്. പക്ഷേ അല്ല, പ്രഥം ദൂബെ എന്ന് പറയുന്ന വ്യക്തിയല്ലേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കരിവാരത്ത് വെച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഇതിൽ അർത്ഥമില്ല. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ, വലുതാണെങ്കിലും വലുതാണെങ്കിലും മധ്യമാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? RSSന്റെ ഒരുപാട് പരിപാടിക്ക് പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഹിന്ദു പരിവാർ പ്രസ്ഥാനങ്ങളുടെ, സംഘപ്രസ്ഥാനങ്ങളുടെ പരിപാടിക്ക് പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അവരെനിക്ക് ബഹുമാനമാണ്. മുസ്ലിം വിഷയത്തിൽ, മുസ്ലിങ്ങളോടുള്ള അവരുടെ സമീപനത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ഒരു വ്യക്തി അവിടെ സ്പെസിഫിക്കലി ഉണ്ടല്ലോ, പുള്ളി ഒരു പക്ഷേ തീവ്ര ഹിന്ദുത്വവാദി ആയിരിക്കാം. ഞാൻ നല്ലൊരു ഹിന്ദു വിശ്വാസിയാണ്, ഹിന്ദു ആക്ടിവിസ്റ്റാണ്. പല ഹിന്ദു കോസുകൾക്കും വേണ്ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. ശബരിമല കോസിന് വേണ്ടി അടക്കം ആദ്യം ജയിലിൽ പോയത് അറസ്റ്റ് ചെയ്തത് തന്നെയാണ്. പക്ഷേ ഇത് കാണിക്കുന്നത് ഭയങ്കര മര്യാദകേടാണ്. ഇത് കാണിക്കുന്നത് പരമദ്രോഹമാണ്. ഇത് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു യുവാവിനോടും യുവതിയോടും കാണിക്കുന്ന അതിഭീകരമായ ഹരാസ്മെന്റാണ്. അവർ കഴിഞ്ഞ 2 ദിവസം നേരിട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നെങ്കിലും അവർക്ക് ഇതേപോലെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയട്ടെ. കഴിഞ്ഞ 2 ദിവസമായി അവരനുഭവിച്ച ടെൻഷൻ, ഹരാസ്മെന്റ്, അവർക്ക് എന്താ പറയുന്നത്, സുരക്ഷിതത്വം ഇല്ലായ്മ അതിഭീകരമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് അവരനുഭവിച്ചത്. അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നല്ല മലയാളികളായ കേരളത്തിലെ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ പോലും അനുഭവിച്ച ഹരാസ്മെന്റ്. അവരുടെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കുറച്ച് നല്ല മലയാളികളായ നമ്മുടെ കേരളത്തിലെ വ്യത്യസ്ത ഈ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവര് പോലും അനുഭവിച്ച ഹരാസ്മെന്റ് വളരെ കൂടുതലാണ്. ഡീറ്റെയിൽസ് പറയാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നില്ല. അവരടക്കം അനുഭവിച്ച അവർക്ക് എടുത്ത ത്യാഗങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് വെളിയിൽ അറിയാൻ പോലും പോണില്ല. പക്ഷെ അവർക്ക് ദൈവാനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അവരുടെ പേര് പോലും ഞാൻ പറയുന്നില്ല. അവരെ അടക്കം ചില ആൾക്കാർ വിളിച്ച് സമ്മർദ്ദത്തിലാക്കുകയും പ്രശ്നമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? മൊണാലിസയ്ക്ക് 16 വയസ്സല്ല, 18 വയസ്സാണ്. ഇനി നമ്മൾ വിചാരിച്ച 16 വയസ്സാക്കാൻ പറ്റൂ? 1.5 വർഷം മുമ്പത്തേക്ക് അവളുടെ 1.5 വർഷം ശേഷത്തേക്ക് അവളുടെ ജന്മം മാറ്റാൻ പറ്റൂ? ഈ 3-4 രേഖകളില്ലേ? ഫർമാനും മൊണാലിസയും പരിചയപ്പെട്ടിട്ട് ഏതാനും കുറച്ച് കാലങ്ങളിലേ ആയിട്ടുള്ളൂ. 10 വർഷം മുമ്പ് അവളെടുത്ത രേഖ ഫർമാൻ ടൈം മെഷീനിൽ കൊണ്ടുപോയി കണ്ടുണ്ടാക്കിയോ? കള്ളം പറയുന്നതിനൊക്കെ ഒരു മടിയും മയവും വേണ്ടേ? അതായത് നിങ്ങളുടെ ഇരിക്കുന്നത് മൊണാലിസയെ നോക്കിയാൽ മതി. ചെറിയ പ്രായത്തിലുള്ള മൊണാലിസയുടെ കാർഡടക്കമാണ്. അതിനിടയ്ക്ക് വ്യാജ പ്രചരണങ്ങളുടെ ഏറ്റവും വലിയ കോലാഹലങ്ങളും. ഒരാൾ തമാശയ്ക്ക് വീഡിയോ ചെയ്തു മൊണാലിസ ഒളിച്ചോടിയെന്ന്. ഇയാളുടെ മുഖഭാവമുള്ള ഒരാൾ വീഡിയോ ചെയ്തു. അപ്പൊ മൊണാലിസ ഒളിച്ചോടിയതിന്റെ പിന്നിൽ ബാക്കി താല്പര്യങ്ങളാണെന്ന് പറഞ്ഞ അടുത്ത കഥ. ഇതെല്ലാം ഒരുപക്ഷെ കുറച്ച് മെച്ചുവറായി നിൽക്കുന്ന നമ്മളെ പോലെയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നിൽക്കുന്നവർക്കോ ഓക്കെയാണ്. ഇവർക്ക് ഇതിന്റെ പ്രഷറും ടെൻഷനും താങ്ങാൻ കഴിയുന്നില്ല. കേരളത്തിൽ ഈ അവസ്ഥയാണെങ്കിൽ കേരളം വിട്ടാലുള്ള ദുരവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് പോലും ഇന്ത്യയിലെ ഏറ്റവും സേഫും പ്ലൂറലിസ്റ്റിക്കും സെക്യുലറും മതസൗഹാർദ്ദമുള്ള സ്പേസ് ആണ് കേരളം. കേരളത്തിൽ ഇവർക്ക് ഇത്രമാത്രം സ്ട്രെസ്സും ടെൻഷനും ആണെങ്കിൽ കേരളം വിട്ടാൽ എന്തായിരിക്കും? അതുകൊണ്ട് എനിക്ക് കേരള ഗവൺമെന്റ്, ഇനി അതുകൂടെ പറഞ്ഞ് അവസാനിക്കും, എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും കേരള ഗവൺമെന്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, മൊണാലിസ നമ്മളെ അഭയം തേടിയവരാണ്. അല്ലെങ്കിൽ ഇനി ഏത് പാർട്ടി വന്നാലും, നാളെ മറ്റ് ഏത് ഭരണം മാറിയാലും ഭരണം മാറിയില്ലെങ്കിലും മുഖ്യമന്ത്രി അവர்களോട്, ആഭ്യന്തരമന്ത്രിയോട്, DGPയോട്, കമ്മീഷണറോട്,
പോലീസ് സംവിധാനത്തോടുള്ള അഭ്യർത്ഥന, നമ്മുടെ കേരളത്തെ വിശ്വസിച്ച് കേരളത്തിൽ വന്ന് വിവാഹം ചെയ്തവരാണ് മൊണാലിസ ഫർമാൻ എന്നുള്ളവർ. അവർ മതം മാറിയിട്ടില്ല, മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടത്തിയത്. രണ്ടുപേർക്കും സിനിമാ രംഗത്തെ താല്പര്യങ്ങളാണ്. എന്റെ ഘർ ബസാന, എനിക്ക് കുടുംബം ഫർമാനുമായിട്ട് കേരളത്തിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ആ അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. നമ്മളെ തേടി വന്ന, നമ്മളെ അഭയം പ്രാപിച്ചവരെ എന്നും സ്വീകരിച്ച സംസ്കാരമാണ് ഇന്ത്യക്കും കേരളത്തിനും ഉള്ളത്. ആ സംസ്കാരം നമ്മൾ കാണിക്കണം. അതിശക്തമായി മൊണാലിസയെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് കേരള ഗവൺമെന്റ് എടുക്കണം. അത് മുമ്പ് ഈ വിഷയത്തിലല്ല, മുമ്പ് ശ്രീ ഗോവിന്ദ മാഷ് അടക്കം ശ്രീ എ റഹീം MP അടക്കം ഈ വിഷയത്തിൽ എടുത്ത നിലപാട് മാതൃകാപരമാണ്, നല്ലതാണ്. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഒരു വിഷയത്തിൽ യോജിക്കുന്ന വ്യക്തിയല്ല ഞാൻ. എന്റെ 20 വർഷത്തെ ജീവിതത്തിൽ എന്നും അവരോട് യുദ്ധം ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്, അവർ ഇടതുപക്ഷക്കാരാണ്. പക്ഷേ ഗോവിന്ദ മാഷ് ഇത് കേരള സ്റ്റോറിയാണ്, നന്മയുടെ കേരള സ്റ്റോറിയാണെന്ന് പറയുന്ന നിലപാട്, അവിടെ പോയ നിലപാട് ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. അതാണ് ഒരു മലയാളി എടുക്കേണ്ട നിലപാട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനൊരു നിലപാടെടുത്ത്, കേരളം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന, മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടെടുത്ത് മൊണാലിസ ഫർമാൻ ദമ്പതികൾക്ക്, അവർ കല്യാണം കഴിഞ്ഞിരിക്കുന്നതാണ്, ദമ്പതികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകണം. നിയമപരമായിട്ട് എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി കേരള ഹൈക്കോടതി മൂവ് ചെയ്യാനും വേണ്ടി വന്നാൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനുമുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൊണാലിസ മജിസ്ട്രേറ്റിനടക്കം സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറാണ്. ആ വിഷയത്തിൽ കേരളം അവരെ പിന്തുണയ്ക്കണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.